സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, ഇങ്ങനെ ഒരു സംസാരം സത്യത്തിൽ ഞാനത്ര പ്രതീക്ഷിച്ചതല്ല. എന്നിരുന്നാലും വിഷയവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ഞാൻ കാണുന്നു, അള്ളാഹുവിൻ്റെ കലാം ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നന്മയുടെ പാതയിലേക്ക് വെളിച്ചം നൽകി വഴി കാണിക്കുന്ന അള്ളാഹുവിൻ്റെ കലാം, അത് ഏറ്റവും നല്ല രീതിയിൽ കഴിവിൻ്റെ പരമാവധി നല്ല നിലയിൽ മറ്റുള്ളവർക്ക് ഓതിക്കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം കാണാം. ആ വിഷയത്തിൽ അല്പമൊക്കെ പ്രവർത്തിക്കാനും അല്പം ഭംഗിയായി പാരായണം ചെയ്യാനും അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചു എന്നതിൽ ഞാൻ ഏറെ ശുക്രുള്ളവനാകാൻ ശ്രമിക്കുന്നു. എൻ്റെ തജ്വീദ് പാഠം തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് യഥാർത്ഥത്തിൽ എനിക്കറിയില്ല. ആരാണ് തജ്വീദിൻ്റെ ഉസ്താദ് എന്ന് ചോദിച്ചാലും എനിക്ക് അതിന് കൃത്യമായ ഒരു ഉത്തരമില്ല. പക്ഷേ ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് എൻ്റെ 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും ഒക്കെ ഉസ്താദുമാരായിരിക്കും. അവർ തജ്വീദിൻ്റെ സുപ്രധാനമായ അക്ഷരസ്ഫുടത ഉള്ള ആളുകൾ, അധ്യാപകരായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ വിഷയത്തിൽ എനിക്ക് അധ്യാപകരുണ്ട്, എൻ്റെ അധ്യാപകർ ഒരുപാട് ആളുകൾ. അവർ എനിക്ക് പ്രോത്സാഹനം നൽകിയിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട ചില ഖാരികൾ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള കുറേ ഖാരികൾ. അവരെ അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു വിഷയം ഏറെ ഇഷ്ടമായി, പഠിക്കണം എന്ന് തോന്നി, പഠിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം എൻ്റെ നാട്ടുകാരനായ ഹൈദർ മൗലവിയുടെ അടുത്ത് ഒരുപാട് സംശയങ്ങൾ തീർക്കാനുള്ള അവസരമുണ്ടായി. അതിലൊക്കെ അപ്പുറം നമ്മുടെ ഇവിടെയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അൽഫിത്രയുടെ പ്രാരംഭഘട്ടത്തിൽ അതിന് കോഴ്സുകൾ നൽകാൻ വന്ന ഈജിപ്തിലെ ഉസ്താദുമാരിൽ നിന്നും അല്പം കാര്യമായി ഒരു നല്ല രീതിശാസ്ത്രത്തിലൂടെ പഠിക്കാൻ സാധിച്ചു എന്നതാണ് അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും തജ്വീദിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം, നന്നാക്കുക എന്നാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ജഗന്നിയന്താവായ പടച്ച തമ്പുരാന്റെ കലാം എത്രയും ശബ്ദമാധുര്യത്തോടെ അക്ഷരസ്ഫുടമായി സ്ഫുടതയോടുകൂടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിൻ്റെ ആശയങ്ങളുടെ ശബ്ദമാണിത്. ഞാൻ പുറത്തേക്ക് ആ ശബ്ദം അള്ളാന്റെ ആശയത്തിന്റെ ശബ്ദമാണ്. അത് എത്ര നന്നാക്കാൻ കഴിയുമോ അത്രയും നന്നാക്കണം. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴായി പറഞ്ഞ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട 2 അധ്യാപനങ്ങൾ. ഒന്ന്, സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങൾ ഖുർആനിനെ നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് മാറ്റുകൂട്ടണം, അലങ്കരിക്കണം. പല ശബ്ദങ്ങളാണുള്ളതെന്ന് നമുക്കറിയാം. സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല പാട്ടുപാടുമ്പോൾ, കുട്ടിയോട് പറയുമ്പോഴുള്ള ശബ്ദമല്ല, ആ ഒരു ശബ്ദമല്ല ഉമ്മയോടോ, അതല്ല തൻ്റെ ഇണയോടോ, അതല്ല വൃദ്ധരായ ആളുകളോടോ പറയുമ്പോൾ. അതുകൊണ്ട് ഏറ്റവും നല്ല ശബ്ദത്തിൽ നിങ്ങൾ ഖുർആനിനെ പാരായണം ചെയ്യണം എന്ന്. മറ്റൊരിക്കൽ പറഞ്ഞത് ശബ്ദം, അക്ഷരം കൃത്യമാക്കണം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അവതരിപ്പിച്ചവൻ തെറ്റുവരുത്തിയിട്ടില്ല. അല്ലദീ അൻസലഹു ലം യൽഹൻ എന്നാണ് പ്രവാചകൻ സൂചിപ്പിച്ചത്. അല്ലാഹു തെറ്റിച്ചിട്ടില്ല ഖുർആൻ. വലല്ലദീ ഉൻസില അലൈഹി, ആർക്കാണോ അവതരിപ്പിക്കപ്പെട്ടത്
അവനും, അതിനു മുമ്പ് പറഞ്ഞു നസല ബിഹി, അതുമായി ഇറങ്ങിയവൻ ആരാണോ അത് കൊണ്ടുവന്നവൻ ജിബ്രീൽ അലൈഹിസ്സലാം തെറ്റുവരുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും അത് തെറ്റുവരുത്തരുത്. സഹോദരങ്ങളെ, സഹോദരികളെ, വളരെ ഭംഗിയായി പാരായണം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തജ്വീദ് പലപ്പോഴും പഠിക്കാൻ പ്രയാസമുള്ളതാണ് എന്ന ധാരണയാണ് പലരിലും ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്താൻ ഇപ്പോഴും പ്രതിബന്ധമായി കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അക്ഷരം സ്ഫുടമായി ഉച്ചരിക്കുക എന്നതാണ്. ഇവിടെ ഒരു കാര്യം, ഓരോ അക്ഷരങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ വരെയുണ്ട് എന്നാണ്. അതുകൊണ്ട് അർത്ഥബോധം കൂടെയുണ്ടെങ്കിൽ ഓരോ അക്ഷരത്തിൻ്റെയും ലക്ഷ്യം മനസ്സിലാക്കാനും പ്രതിഫലിപ്പിക്കാനും സാധിക്കും എന്നതാണ്. ഒരു ഉദാഹരണം, ഹംസ എന്ന അക്ഷരം. നമ്മൾ അ എന്ന് പറയും ഫത്ഹിട്ട് കഴിഞ്ഞാൽ. ആ എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അത് ചോദ്യരൂപമാണ്. മറ്റൊന്ന്, ചില വാക്കുകളുടെ ഒരക്ഷരമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൂക്തം പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അംബിയ ഇല്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ആരാണ് നമ്മുടെ ഈ ബിംബങ്ങളെ തച്ചുടച്ചത്? അപ്പൊ ചില ആള് എന്ന് പേരുള്ള ആളാണ് എന്ന് തോന്നുന്നു. സംശയം പ്രകടിപ്പിച്ചു. ഏതായി അവിടെ കാണുന്നത്? അർത്ഥബോധമില്ലാതെ ഖുർആനിനെ ഭംഗിയാക്കണം എന്ന ചിന്തയില്ലാതെ പാരായണം ചെയ്യുമ്പോൾ ഖാലു അഅൻത ഫഅൽത ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹിം എന്ന് നമ്മൾ ഒരുപാട് ഓതിപ്പോയിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യം أأنت فعلت هذا
بآلهتنا يا إبراهيم അപ്പൊ നീയാണോ എന്ന ഒരു ചോദ്യം. ആണോ എന്ന ആയാണ് ആദ്യത്തേത്, അന്ത എന്നത് നീ എന്നതിലുള്ള ആദ്യാക്ഷരവും. അപ്പൊ അത് രണ്ട് തരം ഹംസയെ കുറിച്ചുള്ള ബോധവും ചോദ്യമാണിതെന്ന ബോധത്തോടുകൂടെയുമാകുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ മിഷാരി റാഷിദ് അഫാസിയുടെ ഒക്കെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ പലപ്പോഴും അഫാസിയുടെ ഖിറാഅത്തിനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ അതുപോലെ ഓതാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു സൂറത്ത് കേട്ട് ഓതാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു സൂറത്ത് മറ്റൊരു തലത്തിലായിരിക്കും, ഈണമായിരിക്കും. കാരണം അർത്ഥ വ്യത്യാസത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലും ഭാവത്തിലുമൊക്കെ പാരായണത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അക്ഷരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അക്ഷരങ്ങൾ തെറ്റിപ്പോയാലോ? അക്ഷരങ്ങൾ തെറ്റിയാൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം. അക്ഷരങ്ങൾ തെറ്റാൻ പാടില്ല. ഹഖീഖിന്റെ ആ ഒരു പുള്ളി നുക്ത നഷ്ടപ്പെട്ടു പോയാൽ ഹാലിക്കോ ഹാലിക്കോ ആയി അർത്ഥം വലിയ അന്തരം സംഭവിക്കുന്നു, വലിയ അപകടം ഉണ്ടാകുന്നു. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു ഈണമായി, പക്ഷേ ചില ഭാഗങ്ങളിൽ അക്ഷര തെറ്റുകൾ വന്നുപോയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പാരായണം ചെയ്താൽ എത്ര വലിയ അബദ്ധമാണ് വരുത്തിയതെന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്താണ് തെറ്റെന്ന് ഒരുപക്ഷെ നമ്മളിൽ ചിലരും എന്താണ് അവിടെ വന്ന തെറ്റ് എന്ന് ആലോചിച്ചു പോയിട്ടുണ്ടാവും. ആദ്യം രണ്ടാമത് ഓതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അന്നംത എന്ന് പറഞ്ഞപ്പോൾ നൂനിന് സുക്കൂൻ നൽകപ്പെടുന്നതായിരുന്നു എന്നും അതിനുശേഷം ആയിൻ എന്ന ഒരു ശബ്ദം നിഅമത്ത് അൻഅമ എന്ന പദമാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഹൃദയമറിഞ്ഞുകൊണ്ട് ജഗന്നിയന്താവായ പടച്ച തമ്പുരാനോട് 17 തവണ ഓ വിശ്വാസിനിയും പ്രതിജ്ഞ പ്രാർത്ഥന നടത്തുക. പടച്ചോനെ നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ നയിക്കണമേ. അക്ഷരം മാറിപ്പോയപ്പോ നീ ഉറക്കിക്കളഞ്ഞവരുടെ പാതയിൽ എന്നർത്ഥം മാറിപ്പോയെങ്കിൽ അന്നംത അനാമ നാമ നൗമ് എന്നതുമായിട്ടാണ് കൂടുതൽ അന്നംതക്ക് ബന്ധം വരുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് ഈ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിച്ചിട്ടായിരിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. അന്നംത അലൈഹിം എന്നല്ല. സൂറത്തു ഖാഫില് ചില അക്ഷരങ്ങൾ തെറ്റുപറ്റിയാൽ സൂറത്തു ഖാഫിലെ ആദ്യ ഭാഗത്തെ 2 വചനങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു അൻ ജാഅഹും മുൻസിറും منهم فقال الكافرون هذا شيء عجيب എന്ന് ഓതേണ്ടതിന് രണ്ടാം വചനത്തിന്റെ ഫഖാല എന്നിടത്ത് ഖാഫ് അത്ര ശ്രദ്ധിക്കാതെ ഫകാല എന്ന് ഓതുന്നവരുണ്ട്. ഷൈഉൻ അജീബ് എന്നത് കൂട്ടി ഷൈഉൻ നജീബ് എന്ന് ഓതാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ فَكَالَ الْكَافِرُونَ هَذَا شَيْءٌ نَجِيبٌ എന്നാകുമ്പോൾ ഈ ഖുർആൻ മുഹമ്മദ് കൊണ്ടുവന്നതല്ല എന്ന കാഫിറുകളെ സംബന്ധിച്ച് പറയുക. ഫകാല അൽ കാഫിറൂന ഖുർആനിനെ ആളുകൾ ഇതാ അളന്നിരിക്കുന്നു എന്ന്. ഖാല എന്നത് കാല എന്ന് നമ്മുടെ അള്ളാഹു ഉപയോഗിച്ചിട്ടില്ലാത്ത നൂൻ എന്ന അക്ഷരം കടന്നുകൂടുകയും ചെയ്യുന്നു. വലിയ അർത്ഥാന്തരമാണ് സംഭവിക്കുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കാര്യമായി വരുന്ന ഒരു തെറ്റിനെക്കുറിച്ച് അറബി പണ്ഡിതന്മാർ പലരും ചർച്ച പറയാറുള്ള ഒരു കാര്യം, അല്ലാഹു, ദലാലത്ത്, ളാലിം, ഈ 3 പദങ്ങൾ, അക്ഷരങ്ങൾ
അല്ലാഹു എന്ന ഇസ്മുൽ ജലാല, ഏറ്റവും അത്യുന്നതമായ നാമം, അതും ദലാലത്ത് ദാലീൻ എന്ന ദാദും ലാലിം എന്ന അല്ലെങ്കിൽ ളുൽമ് എന്ന ളാഉം, ഇത് മൂന്നും ഒരുപോലെ ഉച്ചരിക്കുന്നു. അല്ലാഹു, ലലാലത്ത്, ളുൽമ്, അല്ലേ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഞാൻ അവസാനിപ്പിക്കാം. നമുക്കൊരുപാട് പഠിക്കാൻ, വളരെ എളുപ്പമായി ലളിതമായി പഠിക്കാൻ കഴിയുന്ന, ഏത് പ്രായത്തിലും പഠിക്കാൻ കഴിയുന്ന രീതിയാണ് വിശുദ്ധ ഖുർആൻ. വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ. എല്ലാ നിലക്കും ഖുർആൻ എളുപ്പമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആൻ നിയമാനുസൃതം പാരായണം ചെയ്യാനും നിയമാനുസൃതം ജീവിക്കാനും എന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഷീർ കക്കവയലിന് ഹൃദ്യമായ നന്ദി. ഈ സെഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മലപ്പുറത്തിന്റെ ജനകീയനായ ജനപ്രതിനിധി, ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീന്റെ അഭ്യുദയകാംക്ഷിയും നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനങ്ങളിൽ എന്നും നമുക്ക് കരുത്ത് പകരുകയും ചെയ്യുന്ന ആദരണീയനായ പി ഉബൈദുള്ള എംഎൽഎ അവറുകളാണ്. ഈ സെഷന്റെ ഔപചാരികമായ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നതിന് പി ഉബൈദുള്ള അവറുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജനാബ് സുഹൈൽ സാബിർ, സ്വാഗതം ആശംസിച്ച ഡോക്ടർ ഫുക്കാർ അലി, പ്രസിഡിയം നിയന്ത്രിക്കുന്ന ജനാബ് നൂർദ്ദീൻ ഇടവണ്ണ, മുഹമ്മദ് കുട്ടി അൻസാരി, ജനാബ് നൌഷാദ് ഉപ്പട, ഹസനുദ്ദീൻ തിരുപ്പനച്ചി, ജനാബ് അബ്ദുൽ മലിക്, നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്ന ബഹുമാനരായ സലാം കുടിയത്തൂർ, ഹസൻ നെടിയനാട്, അലി കണ്ണോത്ത്, നൌഷാദ് കാക്കവയൽ, എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി സലീം പെരുമ്പലം, മറ്റു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ISM സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമി ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസമായി ഇവിടെ നടത്തുന്ന കേരള ഇസ്ലാമിക് സെമിനാറിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈ ആദരം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ വരുമ്പോൾ ബഹുമാനായ നൌഷാദ് കാക്കവയൽ പരിശുദ്ധ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണം എന്ന് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. അതുപോലെയല്ല നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വരുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പരിശുദ്ധ ഖുർആൻ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ എല്ലാ തരത്തിലുമുള്ള അക്ഷരശുദ്ധിയോടുകൂടി പാരായണം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കഴിയണം എന്ന ഒരു സന്ദേശമാണ് ജനാബ് നൌഷാദിൻ്റെ നേരത്തെ നടത്തിയ പ്രഭാഷണത്തിലൂടെ നമുക്ക് ബോധ്യമായി. അതുപോലെയുള്ള ധാരാളം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിലേക്ക് കൂടി ഈ സെമിനാർ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. അതോടൊപ്പം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്ന കലാരംഗത്തും സാഹിത്യരംഗത്തുമൊക്കെയുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, അവർ എന്നോ ആദരിക്കപ്പെടേണ്ടവരായിരുന്നു, സമൂഹത്തിൽ വലിയ അംഗീകാരം നേടേണ്ടവരായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ വേണ്ടത്ര ഒരു അംഗീകാരം ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കാതെ പോയിട്ടുള്ള ആളുകളെയാണ് ഈ ഇസ്ലാമിക് സെമിനാറിനോടനുബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത്.
നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയ ജനാബ് സലാം കൊടിയത്തൂരും ഫിറോസ് ബാബുവും അലി കണ്ണൂത്തും ഹസൻ നെടിയനാടും ഗഫൂർ എടവണ്ണയും നൌഷാദ് കാക്കമേൽ ഉൾപ്പെടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരന്മാർ, അവരൊക്കെ അവരുടെ മേഖലകളിൽ വിവിധങ്ങളായ അവരുടെ ഓരോ തലത്തിലും അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ്. അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ ഈ സമൂഹത്തിന് വേണ്ടി ഓരോ മേഖലകളിലും അവർ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കുമൊക്കെ കൂടുതൽ ഒരു അംഗീകാരവും ആദവുമൊക്കെ ഇത്തരം പൊതുവേദികളിൽ വച്ച് നൽകാൻ മുന്നോട്ട് വന്ന ഈ സമിതിയുടെ ഭാരവാഹികളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മേഖലയിൽ ഒന്നാണത്. എല്ലാവരും പുറത്ത് വളരെ പ്രശസ്തരായ രീതിയിൽ അറിയപ്പെടും മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയ ആളുകളെ കണ്ടെത്താൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യത്തെയാണ് പ്രത്യേകമായി സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നത്. അങ്ങനെ ഈ സെമിനാർ ഏറെ സവിശേഷതയുള്ളതാക്കി മാറ്റാൻ ഈ ആദരം ചടങ്ങോടുകൂടി നമുക്ക് സാധ്യമായിരിക്കും. ഇന്നും നാളെയും വളരെ വിലപ്പെട്ട വിഷയങ്ങളാണ്, വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ആധാരമായി നിങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രമേയം ഇസ്ലാമിന്റെ സൗന്ദര്യ സങ്കല്പം, മൂല്യങ്ങൾ, മുദ്രകൾ എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് ഈ 2 ദിവസങ്ങളിലായി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇവിടെ ആശയം വിനിമയം നടത്തുന്നത്. ഈ ഒരു ചടങ്ങിൽ നിങ്ങളോടൊത്ത് ഈ വൈകിയ വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 1-2 പരിപാടികളിൽ വളരെ പെട്ടെന്ന് എത്താനുള്ളതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാമിക ദൈവ പ്രവർത്തനങ്ങളിൽ ISM നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ മാതൃകാപരവും സ്തുത്യർഹവുമായ സേവനമാണ് എന്ന കാര്യം നമുക്കറിയാം. നമ്മുടെ യുവാക്കളുടെ കർമ്മശേഷി രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി പ്രയോജനപ്പെടുന്നതിൽ ഈ യുവജന സംഘടന വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി നമ്മുടെ സംസ്ഥാനത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റുന്ന യുവതയെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്ന കാര്യം എന്നെക്കാളേറെ അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും. YS നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിൽ മറ്റൊരു നായികക്കല്ലായി ഇന്ന് നാളെ നടക്കുന്ന ഇസ്ലാമിക് സെമിനാറിനെ ഞാൻ കാണുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അധാർമിക പ്രവണതകളും അനാശ്വാസ പ്രവർത്തനങ്ങളുമൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ISM പോലുള്ള യുവജന സംഘടനകൾക്ക് മാത്രമേ ഇന്ന് സാധ്യമാകൂ. ഒരിക്കലും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കാണാൻ ഇഷ്ടപ്പെടാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ലൈംഗിക അരാജകത്വമൊക്കെ അവസാനിപ്പിച്ച് അവിടെയൊക്കെ ധാർമ്മികമായൊരു ചിന്ത പുതിയ തലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംസ്കാര സമ്പന്നരാണ് എന്ന് സ്വയം നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ പരസ്യ ചുംബനം ഉൾപ്പെടെയുള്ള ആഭാസകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുമായ കാര്യമാണ്. ചുംബന സമരം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തരത്തിലുള്ള ആഭാസമാണ്, ഏത് സംസ്കാരമാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ആ ചെറുപ്പക്കാരെ നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ചുരുക്കം ചില ഒരു പറ്റം 10-25 ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവാക്കൾ ഇത്തരമൊരു ആഭാസകരമായ സമര പ്രഖ്യാപനവുമായി രംഗത്ത് വരുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവരെക്കാളേറെ ആയിരക്കണക്കായ കാണികൾ ആ ചുംബന സമരം കാണാനെത്തുന്നു എന്നത് സാംസ്കാരിക കേരളത്തിന്
അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ആരെങ്കിലും കുട്ടികളാണ്, മക്കളാണ് ഈ ചുംബന സമരത്തിന് പോകുന്നതെങ്കിൽ അത് കാണാൻ നമ്മൾ ആരെങ്കിലും പോകും? എന്നാൽ സ്വന്തം മക്കളെ മറന്ന്, സഹോദരന്മാരെ മറന്ന്, സഹോദരിമാരെ മറന്ന് ഇത്തരം ആഭാസങ്ങൾ കാണാൻ ആയിരക്കണക്കായ ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇത് നടന്നിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും തടിച്ചുകൂടുന്നു എന്നത് സാംസ്കാരികമായി നമ്മുടെ സംസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്ന തകർച്ചയുടെ ലക്ഷണമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് പുതിയ യുവത ജീവിക്കുന്നത്. ആ യുവതയെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും ഇത്തരത്തിലുള്ള സാംസ്കാരിക തകർച്ചക്കെതിരായി, മൂല്യച്യുതിക്കെതിരായി അതിശക്തമായ ചെറുത്തുനിൽപ്പും പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ISM പോലെയുള്ള യുവജന സംഘങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ആ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും സുദീർഘമായി കടന്നു ചെല്ലാനും മറ്റു വിഷയങ്ങൾ പരാമർശിക്കാനും സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു ഈ വൈകിയ വേളയിൽ വളരെ വൈകിപ്പോയി. ഇവിടെ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ നേരത്തെ എത്തിയതാണ്. ഞാൻ എത്താൻ കുറച്ച് വൈകി. ഇനിയും ഒന്നുണ്ട് പരിപാടി ഞാൻ പറഞ്ഞതുപോലെ ഉള്ളതുകൊണ്ടും ഞാനതിലേക്കൊന്ന് കടക്കുന്നില്ല. ഇവരെല്ലാവരെയും വളരെയേറെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു ആദരവ് നിങ്ങൾ നൽകിയതോടുകൂടി നമ്മൾ ഇന്ന് ആദരിക്കപ്പെടുന്ന ഈ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് കലാരംഗത്തും സാഹിത്യരംഗത്തുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ഈ പ്രതിഭാശാലികൾക്ക് ഒട്ടേറെ അവസരങ്ങൾ ഇതുപോലെ പൊതുചടങ്ങുകൾ അവർക്ക് ലഭിക്കും. ആദരവുകളും അംഗീകാരവുമൊക്കെ ഇനി സമൂഹത്തിൽ കൂടുതൽ അവർക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ആദരം സെഷന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. പ്രൗഢമായ വാക്കുകളിൽ ആദര സെഷൻ ഉദ്ഘാടനം ചെയ്ത പി ഉബൈദുള്ള MLAക്ക് ISM സംസ്ഥാന സമിതി നന്ദി അറിയിക്കുകയാണ്. കേരളീയ സർഗലോകത്ത് അനശ്വരമായ സംഭാവനകൾ അർപ്പിക്കുകയും സർഗശേഷിയും ഭാഷാ വൈഭവവും ഭാഷയുടെ സിദ്ധിവിശേഷം കൊണ്ട് അനശ്വരമായി മാപ്പിള കലാലോകത്തെ ഉത്ഥാന പതനങ്ങളിലേക്ക് ഉയർത്തിയ കലാകാരന്മാരെയും എഴുത്തുകാരന്മാരെയും ചരിത്രകാരന്മാരെയും ഇവിടെ ആദരിക്കുകയാണ്. ഉപഹാര സമർപ്പണം നിർവഹിക്കുന്നത് സമാധാനനായ പി ഉബൈദുള്ള MLA ആണ്. ആദ്യമായി ഉപഹാരം ഏറ്റുവാങ്ങുന്നത് ടെലിഫിലിം രംഗത്ത് അനശ്വരമായ സർഗസൃഷ്ടികൾ കൈരളിക്ക് സംഭാവന ചെയ്ത സലാം കൊടിയത്തൂരാണ്. ഉപഹാരം നൽകാൻ ആദരണീയനായ പി ഉബൈദുള്ള MLAയും ഉപഹാരം ഏറ്റുവാങ്ങാൻ സലാം കൊടിയത്തൂരിനെയും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി മാപ്പിള കലാലോകത്തെ വികസിപ്പിച്ച സർഗ വികസനത്തിന്റെ പ്രയോക്താവ് അലികുന്നത്ത് അദ്ദേഹത്തിനുള്ള ഉപഹാരം പി ഉബൈദുള്ള MLA സമർപ്പിക്കുന്നു. ഏറ്റുവാങ്ങാൻ അലികുന്നത്തിനെ വളരെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. മാപ്പിള കലാലോകത്ത് പഠനങ്ങളും ഗവേഷണങ്ങളുമായി നിരന്തരമായ സർഗ സബര്യയിൽ അഭിഗമിക്കുന്ന സമാധാനനായ ഹസൻ നദിയനാണ്. അദ്ദേഹത്തിനുള്ള ഉപഹാരം പി ഉബൈദുള്ള MLA സമർപ്പിക്കുന്നു. ഏറ്റുവാങ്ങാൻ ഹസൻ നദിയനാടിനെ ക്ഷണിക്കുന്നു. അടുത്തതായി മാപ്പിളപ്പാട്ട് ആലാപന രംഗത്ത് യുവ സർഗശബ്ദമായ ഗഫൂർ എടവണ്ണ, അദ്ദേഹത്തെ പി ഉബൈദുള്ള MLA ഉപഹാരം സമർപ്പിക്കുന്നു. ഗഫൂർ എടവണ്ണ ഏറ്റുവാങ്ങുന്നു. ഖുർആൻ ആസ്വാദനത്തിന്റെ വിവിധ സർഗശീലുകളെ വേഷാന്തരങ്ങളിലേക്ക് എത്തിച്ച നൌഷാദ് കാക്കവയലിന് പി ഉബൈദുള്ള MLA ഉപഹാരം സമർപ്പിക്കുന്നു. ഉപഹാര സമർപ്പണം നിർവഹിച്ച പി ഉബൈദുള്ള MLAക്ക് ISM നന്ദി അറിയിക്കുന്നു.
ഉപഹാരം ഏറ്റുവാങ്ങി ഹ്രസ്വ ചിത്രീകരണത്തിലൂടെ ധാരാളം സംഭാവനകൾ ചെയ്ത ആദരണീയനായ സലാം മുടിയത്തൂർ നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ ISMന്റെ സാരഥികളെ, സ്റ്റേജിലുള്ള കലാകാരന്മാരെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിയാലും അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കുറെ അനുഭവങ്ങളുണ്ടാവും. ഇപ്പൊ ഞാനിങ്ങനെ പോരുമ്പോ ഓർത്ത ഒരു കാര്യമാണത്. പണ്ട് ഏകദേശം ഒരു 14-15 വർഷം മുമ്പ് കൊടിയത്തൂരിൽ നിന്ന് വണ്ടൂരിലേക്ക് ഞാനും എൻ്റെ കുടുംബവും, ഭാര്യയും മോളും, മോളന്ന് വളരെ ചെറിയ കുട്ടിയാണ്, 4 വയസ്സായിട്ടേ ഉള്ളൂ, ബൈക്കിന് പോകുമ്പോൾ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. ഒരു ഓട്ടോറിക്ഷ തട്ടി ബൈക്ക് വീഴുകയും മോൾക്കൊന്നും പറ്റിയില്ല, പക്ഷെ എനിക്കും ഭാര്യയ്ക്കും ചില പരിക്ക് പറ്റി. ഏതായാലും സ്പോട്ടിൽ നിന്ന് എണീറ്റ് ബൈക്കെടുത്ത് പോവാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് അതിരാവിലെ ഉള്ള സമയമാണ്, 6:30-7 മണിക്കിടയിലുള്ള സമയമായതുകൊണ്ട് അധികം യാത്രക്കാരോ വണ്ടികളോ ഒന്നുമില്ല. പക്ഷെ ഉള്ള വണ്ടികൾ തന്നെ ആ റോഡ് സൈഡിലെ ആ കാഴ്ച കണ്ട് അവിടുന്ന് രംഗം വിടുകയുണ്ടായത്. ആരും വന്ന് അന്വേഷിച്ചില്ല, എന്താ പറ്റിയത്, എന്തെങ്കിലും സഹായം വേണമെന്ന് ആരും ചോദിച്ചില്ല. അത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണ്, അതിന് പരിതപിച്ചിട്ട് കാര്യമില്ല, അത് നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കി തീർത്ത വിഷയങ്ങളാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ്, മുന്നോട്ടേക്ക് പോയ ഒരു ജീപ്പ് പെട്ടെന്ന് അവിടെ നിർത്തി പിന്നോട്ടേക്ക് വരുന്നത് കണ്ട്. അപ്പൊ അതിന് ഇറങ്ങി വന്നത് എന്റെ നാട്ടുകാരനായ ഒരു ഗൾഫുകാരനാണ്. അയാൾ ഗൾഫിലേക്ക് പോവാ, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാ. അപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. അയാൾ ഇറങ്ങി വന്ന് ഉടനെ തന്നെ ഞങ്ങളെ ആ ജീപ്പിൽ തന്നെ കയറ്റി നേരെ അരീക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ശുശ്രൂഷകളൊക്കെ തരുന്നവരെ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ഗൾഫിൽ പോണ്ടേ, ഗൾഫ് ഫ്ലൈറ്റിന്റെ ടൈം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലല്ലോ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അയാളെ ഞാൻ അവിടുന്ന് പറഞ്ഞയച്ചിട്ടും അദ്ദേഹത്തിന്റെ കൂടെ എയർപോർട്ടിലേക്ക് യാത്ര അയക്കാൻ പോവേണ്ട അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരനെ എന്റെ അടുത്ത് നിർത്തിയിട്ടാണ് അദ്ദേഹം പോണത്. അവിടെ തന്നെ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു വിഷയം, അദ്ദേഹം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുടെ കഠിന ശത്രു കൂടിയാണ്. അതാണ് അതിൽ വളരെ വിറ്റ്. ഞാനത് പറയാൻ കാരണം, ഞാൻ ഇന്നും വളരെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ആ സംഭവം ഓർക്കുകയും അദ്ദേഹം ഞാൻ ഇന്നും നല്ല ആ സൗഹൃദ ബന്ധം കീപ്പ് ചെയ്യുകയും ചെയ്തു. എപ്പോഴും എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്ന ഒരു സംഭവമാണ്. കുറെ സംഭവങ്ങൾ ഇതുപോലെ ഉണ്ട്, അതിൽ ഒന്നാണത്. ഒരു ദിവസം ഞാൻ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടു. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആളാണ്, എന്റെ സുഹൃത്തായിട്ട് കൂട്ടാൻ പറ്റൂല, എന്റെ ഒരു ഉപ്പയുടെയൊക്കെ സ്ഥാനത്ത് വരുന്ന പ്രായമുള്ള ആളാണ്. അദ്ദേഹം ഭാര്യയും കൂടി ബസ്സിലാണുള്ളത്. അപ്പൊ ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോ
ഇവിടെ എന്താണ് രണ്ടത്താണിയോ മറ്റുള്ള ഒരു സുഹൃത്തിനെ, അദ്ദേഹത്തിന്റെ കൂടുതൽ സുഹൃത്തിനെ കാണാൻ പോവാണ്. അപ്പൊ ഈ സുഹൃത്ത് ആരാന്നൊക്കെ ഞാൻ വെറുതെ അന്വേഷിച്ചപ്പോ ഇദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷമോ മറ്റോ മുമ്പ് ഹജ്ജിന് പോയപ്പോ ഉണ്ടായ ഒരു സൗഹൃദ. അപ്പൊ എന്താണ് സൗഹൃദം എന്ന് വെറുതെ ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചോദിച്ചപ്പോ നമുക്കൊക്കെ കേട്ടാൽ അതിൽ ഒരു വിശേഷവും തോന്നാത്ത ഒരു സൗഹൃദ. ഹജ്ജിന് പോയപ്പോ വാർദ്ധക്യ സഹജമായ ദൗർബല്യം ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ ഭാര്യക്കും ഉണ്ട്. അവിടെ ഇവരെ കൈപ്പിടിച്ച് പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ഒരു സഹകാരിയായി സഹായിയായി ഒരു ഊന്നുവടിയായി കൂടെ നിന്നത് ഇവിടെയോ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു രണ്ടസ്ഥാനിക്കാരനാണ് എന്നതാണ് 10 വർഷം കഴിഞ്ഞിട്ടും ഈ ഓർമ്മ മനസ്സിൽ വിട്ടു പോവാതെ അദ്ദേഹത്തെ എത്രയോ ദൂരെ ബസ് കയറി യാത്ര ചെയ്ത് ആ ബന്ധം സ്നേഹം പുതുക്കാൻ വേണ്ടി പുറപ്പെടാനുള്ള പ്രേരണ ഉണ്ടാക്കിയത് എന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും മായാതെ കിടക്കുന്ന ചില അനർഘ നിമിഷങ്ങൾ, അപൂർവ നിമിഷങ്ങൾ ഉണ്ടാവുന്നതിന്റെ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ അതുപോലെ ഉള്ള ഒരു മുഹൂർത്തമാണ് ഇത് എന്ന് പറയാനാണ്. ഇത് സാധാരണഗതിയിൽ പ്രസംഗപീഠത്തിൽ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരൊക്കെ ആരാണോ വേദി തന്നത് അവർക്കനുസരിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് പോകും. എന്നിട്ട് അടുത്തൊരു സ്റ്റേജിലെത്തുമ്പോൾ അതാരാണോ സംഘടിപ്പിച്ചത് അവിടെ കുറെ നല്ല വിഷയങ്ങൾ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ISMന്റെ സംസ്ഥാന ഓഫീസിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടിയെ പറ്റി പറഞ്ഞപ്പോ തന്നെ ഞാൻ കുറച്ചു നേരം നിശബ്ദനായി കേട്ടിരുന്നു. എന്നിട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ഇത് പിന്നെ ISMന്റെ ഓഫീസിൽ നിന്ന് തന്നെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. കാരണം ഫേക്കാണല്ലോ ഇപ്പോ. അപ്പോ അത്ഭുതപ്പെടാനുള്ള കാരണം എന്നെ പോലുള്ള ഒരാളെ വിളിച്ചിട്ട് ISM ഒരു ഉപഹാരം തരിക, ആദരിക്കുക എന്ന് പറയുന്നതിൽ അല്പസമയം ഞാനൊന്ന് സംശയിച്ചു പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മുഹൂർത്തം, ഈ സന്ദർഭം എനിക്ക് മറക്കാനാവാത്തതാണ്, വിലപ്പെട്ടതാണ് എന്ന് ഞാൻ പറയാൻ കാരണം. അതോടൊപ്പം തന്നെ അതിലപ്പുറം എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഈ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഗായകരെയൊക്കെ അംഗീകരിക്കുക വഴി ഇത് ഒരു നന്മയുടെ പ്രചാരണത്തിന് ഉപയോഗിക്കേണ്ട മാധ്യമമാണെന്ന് അംഗീകരിക്കുക കൂടി ചെയ്യുന്നതിലുള്ള ഒരു സന്തോഷമാണ്. ഞാൻ ഏകദേശം 14 വർഷത്തിലധികമായി ഈ ഫീൽഡിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടുത്ത വിമർശനങ്ങൾക്ക് ഞാൻ വിധേയനായിട്ടുണ്ട്. ചിലപ്പോ ഫേസ്ബുക്കൊക്കെ തുറന്ന് നോക്കിയാൽ ഒരു ശരാശരിക്കാരന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. പക്ഷെ ആകെ മുങ്ങിയ കുളിരില്ല എന്ന് പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പണ്ട് തന്നെ ഈ മേഖലയിൽ ഇറങ്ങുന്ന അന്ന് തന്നെ തീരുമാനിച്ച വിഷയമാണിത്. ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഭംഗിയായി ചെയ്യാം. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. തിന്മയിൽ നയിക്കുന്നതൊക്കെ ഹലാലാണ്, തിന്മയിലേക്ക് നയിക്കുന്നതൊക്കെ ഹറാമാണ്. ഇനി അതിന്റെ അങ്ങോട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് കുറേ വിശകലനം ചെയ്യാനൊന്നും ഞാൻ മെനക്കെട്ടിട്ടില്ല. അതിന് സമയമില്ല, അതിന് പോവാറുമില്ല. ഏത് സംഗതി അത്രയേ ഉള്ളൂ. നന്മയിലേക്ക് നയിക്കുന്നതാണോ അത് ഹലാല്, തിന്മയിലേക്ക് നയിക്കുന്നതാണോ ഹറാം. അത്രയാണ് ഞാൻ എന്റെ വർക്കിനെ കുറിച്ചുള്ള നിർവചനമുള്ളൂ. പക്ഷെ അതിൽ ചിലപ്പോൾ സ്ഖലിതങ്ങൾ ഉണ്ടാവാം. മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും ഉള്ളതുപോലെ ചിലപ്പോ ചില പോരായ്മകളും വീഴ്ചകളും സംഭവിക്കും. അത് ആർക്കാ ഇല്ലാത്തത്? മരുഭൂമിയിൽ സഞ്ചരിക്കാൻ ഒരു വാഹനം ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഈ വർഷം ഉണ്ടാക്കിയ വാഹനമായിരിക്കും അടുത്ത വർഷം ഉണ്ടാകുന്നത് അല്ല. അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം.
കാരണം മരുഭൂമിയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ ആ വാഹനം ശരിയല്ല എന്ന് അത് ഉണ്ടാക്കിയ കമ്പനിക്ക് അപ്പൊ ബോധ്യപ്പെടും. അപ്പൊ അതിനെ കുറച്ച് പരിഷ്കരണങ്ങൾ വരുത്തും. പിറ്റേ വർഷം വീണ്ടും പരിഷ്കരിക്കും, പിറ്റേ വർഷം പിന്നെയും പരിഷ്കരിക്കും. അങ്ങനെ പരിഷ്കരിച്ച് ഓരോ വർഷവും പുതിയ പുതിയ വാഹനം ഉണ്ടാക്കണം മരുഭൂമി സഞ്ചരിക്കാൻ. എന്നാൽ ഒട്ടകത്തിന് എന്തെങ്കിലും പരിഷ്കരണം ആവശ്യമുണ്ടോ? എന്താ വ്യത്യാസം? ഒട്ടകം ദൈവ സൃഷ്ടിയാണ്, മറ്റത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ എപ്പോഴും ന്യൂനതകൾ അവശേഷിക്കും, ബാക്കിയുണ്ടാവും. അപ്പൊ അത് മുഴുവൻ പരിഹരിച്ചിട്ടേ എല്ലാം നടക്കൂ എന്ന് തീരുമാനിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ കല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആരൊക്കെ അതിനെ നിർവചിച്ച് ആകെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ചിരിച്ചാൽ എല്ലാ തക്കവയും പോയി എന്നാണ് പലപ്പോഴും പല ഇതിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ മുമ്പ് ഇതുപോലുള്ള ഒരു സദസ്സില് എന്റെ മുന്നിൽ പ്രസംഗിച്ച ആളുകൾ വളരെ പരലോകവും ഖുർആാനും സുന്നത്തൊക്കെ വെച്ച് വളരെ ഗഹനമായ ഒരു പ്രസംഗം ചെയ്ത് സദസ്സൊക്കെ വളരെ തഖ്വയിൽ ഇരിക്കുന്ന സമയത്താണ് പിന്നെ അടുത്ത എന്റെ പ്രസംഗം വരുന്നത്. ഞാന് എന്തോ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് സദസ്സൊക്കെ ചിരിക്കുകയും ചെയ്തു കഷ്ടകാലത്തിന്. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാള് പറഞ്ഞ്, ആ നല്ല ക്ലാസ് മുഴുവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചാന്, അല്ല നല്ല ക്ലാസ്സിന് അതിന് ശേഷം നിങ്ങളെ കുറച്ച് കോമഡി ഒക്കെ വന്നോടുകൂടി അതാകെ ഇത് പോയി. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള സുഹൃത്തിനോട് ചോദിച്ചു, എന്താ ശരിക്ക് ഈ തഖ്വ എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ മറ്റേ പറഞ്ഞതാണ്, നിങ്ങൾ തഖ്വ മുഴുവൻ പോയി നിങ്ങൾ അതോടുകൂടി. അപ്പൊ ഞാൻ എന്താ ശരിക്ക് തഖ്വ പറഞ്ഞു. അപ്പോ എന്റെ സുഹൃത്ത് ഒരു തമാശ രൂപേണ എന്നോട് പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ ചിരിക്കാതെ ഇരിക്കുക എന്നുള്ള. ചിരിച്ചോ തഖ്വ പോയി. ഈ പരുവത്തിൽ നമ്മൾ കലയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങനെയാണോ? പലപ്പോഴും ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ അറിയില്ല, ചില ആൾക്കാരോട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പോയി കാര്യം. ഒരു തമാശ പറഞ്ഞാൽ പോയി. എന്നാൽ റസൂലുള്ള അങ്ങനെ ആയിരുന്നു ശരിക്ക്? പുഞ്ചിരിക്കാത്തൊരവസ്ഥ നബിക്ക് ആരും കണ്ടിട്ടില്ല അതുവരെ. കലയിലൂടെയല്ലേ നബി ഓരോ സംഭവം എടുത്ത് പരിശോധിക്കുക. എന്നെക്കാളും ഈ വിഷയത്തിൽ അറിവുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. നബി കലയിലൂടെയല്ലേ എല്ലാ സംഗതിയും അവതരിപ്പിച്ചത്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം സാന്ദർഭികമായിട്ടിവിടെ പറയാം. നബിന്റെ അടുത്ത് ഒരു റംസാൻ മാസത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് ഒരാൾ വന്നു. ഒരു സാധാരണക്കാരൻ, ഒന്നുമില്ല, ഒരു ഗ്രാമീണൻ. അയാൾ വന്നിട്ട് പറയും, നബിയെ ഞാൻ നശിച്ചുപോയി. അപ്പൊ എന്താ നീ നശിച്ചത്? എന്താ നീ നശിക്കാനുള്ള കാരണം? ഞാൻ ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയി. റമദാൻ മാസത്തിൽ അതെ. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഈ ഇവിടുത്തെ മുസ്ലിം സംഘടനകളുടെ ഓഫീസിലാണ് ഇങ്ങനെ ഒരു സാധാരണക്കാരൻ വന്നത് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അന്ന് നബിക്ക് 2 ചോയ്സ് ഉണ്ട്. വേണം നബിക്ക് പറയാം, ആഹാ കേട്ടില്ലേ, അപ്പുറത്ത് ഉമർ ഖത്താബും അബൂബക്കർ സിദ്ദീഖും പോലുള്ള സഹാബികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരോട് ചോദിക്കാം, കേട്ടില്ലേ അവൻ പറഞ്ഞ വിഷയം കേട്ടല്ലോ, എന്നിട്ട് അതിന്റെ മുന്നിൽ വന്ന് പറയാൻ അവനക്ക് യാതൊരു മടിയില്ല. നിങ്ങൾ കേട്ടിട്ട് മിണ്ടാതിരിക്കുക, അവനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആളുകളില്ലൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു വശം വേണേ നബിക്ക് ചെയ്യാൻ, ആരും ചോദിക്കാൻ വരൂല അങ്ങനെ ചോദിച്ചാല്. പക്ഷെ നബി അവിടെ എന്താ ചെയ്ത്? നബി ചെയ്ത് പറഞ്ഞെന്താ, ഈ ഒരു 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് വെക്കാറ്. അപ്പോ ഗ്രാമീണം പറഞ്ഞ 30 ദിവസത്തെ നോമ്പ് തന്നെ എനിക്ക് അറിയുള്ളൂ തീർക്കാനുള്ള പണി. ഞാൻ 60 ദിവസം അതൊന്നും നടക്കണ വിഷയമല്ല നബി, വേറെ എന്തുകൊണ്ടേ പറയാം. അപ്പോഴും നബിക്ക് ഇത് പറയാം, അത് ശരി, ഇസ്ലാമിന്റെ ഒരു സംഗതി ഞാൻ പറഞ്ഞിട്ട് അതെനിക്ക് കേൾക്കാൻ പറ്റൂല അല്ലേ, ഈ മുനാഫിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, ഗെറ്റ് ഔട്ട് എന്നൊക്കെ. പക്ഷെ നബി എപ്പോഴും പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, 60 ദരിദ്രക്ക് ഭക്ഷണം കൊടുക്ക്. ഞാൻ എന്റെ കാര്യം തന്നെ ഓരോ നേരവും കഷ്ടിച്ച് ഒപ്പിച്ചുണ്ടാക്കുന്ന കാര്യം എനിക്കറിയുള്ളൂ. 60 ദരിദ്രം, നിങ്ങൾ ഈ തമാശ ഒന്നും പറയാതെ വേറെ എന്തെങ്കിലും പറയാണ്ടാന്ന് ചോദിച്ചു. ഞാനത് കുറച്ച് കലാപരമായിട്ട് അവതരിപ്പിക്കും കേട്ടോ, വിഷയം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നബിക്ക് ആരോ ഹദിയ കൊടുത്ത ഒരു കൊട്ട കാരക്ക കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇത് നാട്ടിൽ പോയിട്ട് അവിടുത്തെ 60 ദരിദ്രക്ക് ഈ സാധനം കൊടുത്തേക്ക്. അപ്പോ അദ്ദേഹം പറഞ്ഞു, നാട്ടില് എന്നെക്കാളും പാവപ്പെട്ടവർ കാണാമെന്ന് ചോദിച്ചു. അതെ, എന്നെക്കാളും പാവപ്പെട്ട ഒരാളും അവിടെ ഇല്ല,
എന്നാ ഈ പോയിട്ട് അയ്യോ എന്നെ കെട്ടിയോളും കുട്ടിയോളും ഒക്കെ തിന്ന് അങ്ങോട്ട് തീർത്താളാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നടപ്പിലാക്കിയ ഒരു ശരീഅത്ത് നിയമത്തിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കിയ. ഈ കാലത്ത് നമ്മക്കാണിങ്ങനെ അവസ്ഥ വന്നിട്ടുണ്ട്, ഒരു കൊട്ട കാരക്ക വാങ്ങിയാൽ റെഡിയാവുക പീയൂഷ? ഒരു കൊട്ട കാരക്ക കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണോ അത് നബി നടപ്പിലാക്കിയത്? അല്ല, യാതൊരു സംശയവും വേണ്ട. ഈ കാലത്ത് ആ സംഭവത്തിന് ശേഷം മുസ്ലിം സമുദായത്തിന് ആർക്കും കിട്ടണമെങ്കിൽ 60 നോമ്പിൽ കുറഞ്ഞ ഒരു പരിഹാരം തൽക്കാലം ഇല്ലാന്ന് തന്നെ വിശ്വസിക്കണം നമ്മൾ. പിന്നെ നമ്മൾ വേണമെങ്കിൽ വേണ്ടി ഒപ്പിക്കുക, 60 കൂടിയാവുള്ളൂ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നൊക്കെ വേണമെങ്കിൽ അള്ളാഹ് പുറത്തെടുത്തൊക്കെ വരാം, അത് വേറെ വിഷയമാണ്, അത് നമ്മളുടെ ഇടപെടലല്ല. പക്ഷെ ശരീഅത്തിന്റെ നിയമം യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഈ ഒരു തമാശയിലൂടെ, ഒരു സൂപ്പർ കോമഡി സീനിലൂടെ സംഭവിച്ച നിയമം ശരീഅത്തിലെ അത്യുജ്വലമായ അതിഗുരുതരമായ ഒരു നിയമം റസൂൽ പാസ്സാക്കിയെടുക്കുകയാണ് ചെയ്തത്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല, പ്രയാസം ഉണ്ടായില്ല. ആ പാവപ്പെട്ട ഗ്രാമീണൻ അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി അവിടുന്ന് പോയി. പക്ഷെ ഗ്രാമീണൻ മനസ്സിലായി ഇനി ഇങ്ങനത്തെ സംഭവിച്ച് നബിന്റെ അടുത്ത് എന്നെ 60 നോമ്പിൽ പറഞ്ഞ പരിഹാരം ഉണ്ടാവില്ല, അപ്പൊ ഇങ്ങനെ നായിരിക്കില്ല കളി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം മാറി. ആലോചിച്ച് നോക്ക്, എത്ര മനോഹരമായിട്ട് എത്ര കലാപരമായിട്ടാണ് ഒരു സാധാരണ നമുക്ക് ആൾക്കാരെ വേഗം പുറത്താക്കാനുള്ള പരിപാടിയാണ് താല്പര്യം. ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരനെ കൂട്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ വിഷയങ്ങൾക്ക് വളരെയധികം ഇളവ് പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാവപ്പെട്ട അങ്ങേയറ്റത്തെ ശരാശരിക്കാരനും താഴെയുള്ളവനും ആവശ്യമാണ് എന്ന് ഒരാളെ പുറത്താക്കാൻ ഈസിയായിട്ട് കഴിയും. ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സമയമുണ്ടോ? 20 മിനിറ്റ് പ്രസംഗിക്കേണ്ടി വരും എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ഉണ്ടായിരുന്നത്. അത് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് സമയമുണ്ടോന്നില്ല. കാരണം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും. കലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അന്ന് വിശദമായിട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രം എടുത്ത് പരിശോധിച്ച പല സംഭവങ്ങളും ഒക്കെ കലാപരമായിട്ട് അവതരിപ്പിച്ച സ്ഥലത്തൊക്കെ ഭംഗിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. കലാപരമല്ലാതെ അവതരിപ്പിച്ച സ്ഥലത്തൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. എല്ലാം കലയിലൂടെ അവതരിപ്പിച്ച ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. യൂസുഫ് നബിയുടെ കഥ. യൂസുഫ് നബിക്ക് അധികാരം കിട്ടിയപ്പോൾ ബിന്യാമീനെയും കൊണ്ട് സഹോദരങ്ങൾ വന്ന് ധാന്യം വാങ്ങി തിരിച്ചു പോകുന്ന ഒരു രംഗത്തിന്റെ ചിത്രീകരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് മനസ്സിൽ കണ്ടു നോക്ക്, ഒരു സിനിമ പോലെ ഒന്ന് കണ്ടു നോക്ക്. ആ ധാന്യം വാങ്ങി തിരിച്ചു പോകുമ്പോൾ യൂസുഫ് നബിക്ക് മനസ്സിലാവുകയാണ് ഇതിന്റെ സഹോദരനാണ് ഈ വന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ സഹോദരന്റെ കൂടെ ഇനി പിരിയാൻ പറ്റാത്തൊരു സാഹചര്യം മാനസികമായിട്ട് വരുമ്പോൾ യൂസുഫ് നബി ശരിക്കും എന്താ അവിടെ ചെയ്തത്? ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ തെറ്റും കൃത്രിമവും ഒക്കെയാണ് ചെയ്തത്. കളവും വഞ്ചന മുഴുവൻ എന്തൊക്കെ അതിന് പറയാൻ പറ്റും ഒക്കെയാണ് അവിടെ ചെയ്തത്. അളവ് പാത്രം സഹോദരന്റെ ധ്യാനത്തിന്റെ ഇതിൽ ഒളിപ്പിച്ചു വെക്കുകയും എല്ലാ സഹോദരന്മാരെയും കള്ളന്മാരാക്കിക്കൊണ്ട് അത് പിടിച്ചെടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വിട്ടൊക്കെ ചരിത്രം ആലോചിച്ച് നോക്കി, എത്ര മനോഹര ഒരു പ്രവാചകൻ ചെയ്യാൻ പറ്റുമോ അത് ശരിക്ക്? അപ്പോ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ പല പ്രവാചകന്മാരും പല സന്ദർഭത്തിലും നടത്തിയതൊക്കെ അങ്ങേയറ്റത്തെ അഭിനയവും നാടകവും സിനിമയും ഒക്കെ അടങ്ങിയ ഒരു കലാരൂപങ്ങളായിരുന്നു പലപ്പോഴും ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അത് ഇല്ലാതെ, അതൊന്നുമില്ലാതെ, അതിനൊന്നും അംഗീകരിക്കാതെ അത്തരം ഒരു പരിപാടിയില്ലാതെ എല്ലാം ഡയറക്റ്റ് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടത് എന്ന് ഒന്ന് ആലോചിക്കുന്നത് സാന്ദർഭികമായിട്ട് നന്നായിരിക്കും. നമ്മൾ ഒരുപാട് വൈകിയിട്ടുണ്ട്. നമ്മുടെ സമുദായം ഇതിനൊക്കെ എതിരെ നിന്നുകൊണ്ട് ഈ മേഖലയെല്ലാം അധർമ്മികൾക്കും അനാവശ്യം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ മാറി നിന്നപ്പോൾ ഉണ്ടായ ആത്മഹത്യയുടെ സമാനമായ ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് മൊബൈൽ ഫോണിലൂടെ എന്തെല്ലാം പ്രചരിക്കുന്നു. നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികളുടെ കയ്യിൽ 2-3 ഫോണൊക്കെ ഉണ്ടാകും.
എന്തൊക്കെയാണ് അതിലൂടെ വരുന്നത്, എന്തൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്, അതിൽ നമുക്കുള്ള പങ്കെന്താ യഥാർത്ഥത്തിൽ? നമുക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കലും അതിൽ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതിനപ്പുറം പങ്കെന്താ? അതിലുള്ള പ്രൊഡക്റ്റ് ആരുണ്ടാക്കുന്നു? അവിടെയാണ് പ്രശ്നം. ശരിക്കും ക്യാമറ ആരാ കണ്ടുപിടിച്ചത്? ഇന്റർനെറ്റ് ആര് കണ്ടുപിടിച്ചു? കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ആര് കണ്ടുപിടിച്ചു? ആരാണ് അത് അവതരിപ്പിച്ചത്? ഇവിടെ ശരിക്ക് അത് ഒരു പ്രപഞ്ച സൃഷ്ടാവിന്റെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. ക്യാമറ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ആരായിരുന്നു? യഥാർത്ഥത്തിൽ നമ്മളായിരുന്നു. പകരം നമ്മൾ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു, പറയുന്നവന്റെ നേരെ ക്യാമറ തിരിച്ചു വെച്ചു. എന്നിട്ട് ആ ക്യാമറയിൽ നോക്കിയിട്ട് ഇവൻ പറഞ്ഞു എല്ലാം തെറ്റാണ്, ഇതിലൊക്കെ ഒരുപാട് അനാവശ്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് കുറെ തെറ്റുകളെ പറ്റി പറഞ്ഞു. നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ക്യാമറ സമൂഹത്തിന് നേരെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഒരു കണ്ണാടിയായിട്ട് ക്യാമറയായ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. എന്നിട്ട് സമൂഹത്തിനോട് പറയേണ്ടത്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ കാണൂ, നിങ്ങളെ ഈ ക്യാമറയുടെ സ്ക്രീനിലൂടെ കാണും, എന്നിട്ട് പറ നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ സംസ്കാരം, എവിടെയാണ് നിങ്ങളുടെ മതം എന്ന് അവരോട് പറയേണ്ടിയിരുന്നു. പകരം നമ്മൾ ചെയ്ത് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. ദൈവം ക്യാമറ സൃഷ്ടിച്ചത് എന്തിനാണ്? ദൈവത്തിനറിയാം ഈ കാലം, കോടാനുകോടി മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്ന ഈ കാലം, എല്ലാം വേഗത്തിൽ ചലിക്കേണ്ട ഈ കാലം, ഇത് കാലമല്ല. അതുകൊണ്ട് പഴയ കാലത്തെ സംവിധാനങ്ങൾ പോരാ, ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയ സംവിധാനങ്ങൾ വേണം. അപ്പൊ ക്യാമറ വന്നു, ഇന്റർനെറ്റ് വന്നു, മൊബൈൽ വന്നു, പലതരം ആപ്പുകൾ വന്നു. പണ്ടൊക്കെ നമ്മൾ ആപ്പ് എന്നുള്ളതൊക്കെ പേരിട്ടിരുന്നത് ഒരു കുത്തിത്തീർപ്പിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായി വരുമ്പോൾ ഉണ്ടാകുന്ന ആപ്പ് വെക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഫുള്ള് ആപ്പാണ്. ശരിക്കത് ആപ്പിലായിട്ടില്ല. നമ്മൾ പുതിയ കുട്ടികൾക്കൊക്കെ അറിയുന്ന അറിവ് ആലോചിച്ചിട്ട് അത്ഭുതപ്പെട്ടു. നമുക്കൊന്നും അറിയില്ല ശരിക്കും പറയുന്നത്. അപ്പോ ഒരുപാട് വർഷം നമ്മൾ ഇത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തുന്നവരെ കുറ്റം പറയുകയും അവരെ പുറത്താക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സമുദായം മൊത്തം ഒരു സംഘടന വെച്ച് പറയുന്നതല്ലേ, അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. അതേ സമയത്ത് മറ്റുള്ളവരെല്ലാവരും ആ സംവിധാനത്തെ വളരെ ആസൂത്രിതമായിട്ടും വളരെ ഫലപ്രദമായിട്ടും ഉപയോഗിച്ചു. എന്നിട്ട് അവര് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ കാണുന്നു. അതല്ലേ വർഷങ്ങളായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ കേബിളില്ലേ, ഡിഷുകളില്ലേ? എന്താണ് നമ്മൾ കാണുന്നത്? ആരുണ്ടാക്കിയാ കാണുന്നത്? വാർത്ത എന്നുള്ള പേരിൽ അതിന്റെ മറവിൽ നമ്മൾ കാണുന്നതൊക്കെ എന്താ? ശരിക്ക് ഒരു വാർത്ത കണ്ട് സമാധാനമായിട്ട് പോവാ. എന്തിനാ വാർത്ത കാണാനിപ്പോ? അത് പഴയ ഇത് പോരെ, DD4 മതിയൽ വാർത്തക്കാണെങ്കിൽ, അല്ലെങ്കിൽ റേഡിയോ മതി വാർത്തയാണ്, പത്രം വരുന്നുണ്ട്, വാർത്തന്റെ പേരിൽ ഇത് വാങ്ങി. പക്ഷെ നമുക്കുള്ള ദുർവിധി എന്താണെന്ന് ചോദിച്ചാല്, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ വിരുദ്ധര്, അല്ലെങ്കിൽ ധർമ്മവും നീതിയും ഒന്നും വലിയ താല്പര്യം ബോധമില്ലാത്ത ആൾക്കാർ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു, ചെലവഴിക്കുന്നത് നമ്മളെടുത്ത് നമ്മളത് കണ്ടുകൊടുക്കുന്നു. അപ്പോ കാണാൻ പറ്റുന്ന ഒരു സാധനത്തെ നമ്മൾ ഒരുപാട് കാലം എതിർത്തു. നമുക്ക് കാണാൻ അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ ഭയങ്കര പ്രശ്നം, വീട്ടിൽ നിന്ന് കണ്ടാൽ പ്രശ്നമല്ല. അങ്ങനെ നമ്മളതിനെ ഒരുപാട് ലളിതവൽക്കരിച്ചും മറ്റും ആ മേഖലയെ ഇവിടെ പുറംതിരിഞ്ഞ് ഒരുപാട് പിന്നോട്ട് പോയി. മുമ്പ് ഒരാള് ഹോട്ടലിൽ ചെന്നിട്ട് ചിക്കൻ ചോദിച്ചപ്പോൾ അത് ഹലാൽ ചിക്കൻ ആണോ എന്ന് ചോദിച്ചത്രേ. അപ്പൊ കാഷ്യർ ചോദിച്ചു, നിങ്ങളെ കയ്യിലുള്ള കാശ് ഹലാലാണോ ഇത് ഹലാലാണെന്ന് പറഞ്ഞു. നല്ല ഉത്തരമല്ലേ ശരിക്കത്? കോഴിനെ അറുത്തണോ അതിന്റെ രക്തം പോയണോ എന്ന് പരിശോധിച്ചിട്ട് അത് നിന്റെ ആവശ്യമൊന്നും അയാൾക്കില്ല. അയാളെ കയ്യിലുള്ള കാശ് ഹലാലാക്കണ പണി അയാൾക്കുള്ളൂ. ഇങ്ങോട്ട് ബിസ്മിൻ ചൊല്ലി തിന്നാ അത് തന്നെ ഹലാല് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അതല്ലേ അവസ്ഥ? നമ്മൾ ഓരോ സംഗതി കാണുമ്പോൾ ഹലാലാണ് ചോദിക്കുക. നമ്മളെ സ്ഥിതി എന്താ ശരിക്കും? നമ്മൾ ശരിക്കും ഹലാലിലാണോ പല സംഗതി ഉള്ളത്? അതിനൊരു പ്രധാന കാരണം നമ്മളൊക്കെ ബാഹ്യമായിട്ട് ആളുകളെ വിലയിരുത്തുകയും അവർക്ക് മാർക്കെടുക്കുകയും ചെയ്യുന്ന പ്രവണത വല്ലാതെ വന്നിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞത് ഞങ്ങളെ ഹൃദയത്തിലേക്ക് നോക്കുന്നതാണ്. ഹൃദയത്തിലേക്ക് നോക്കുന്നു പറഞ്ഞാൽ കുപ്പായത്തിന്റെ കളറോ കുപ്പായത്തിന്റെ കോളറോ ബട്ടണോ ഒന്നും അല്ല അള്ളാഹ് നോക്കുന്നതെന്ന് തന്നെ അതിന്റെ അർത്ഥം. നമ്മൾ നോക്കുന്നതോ ഹൃദയത്തിൽ നോക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. വല്ല ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരല്ലേ ഇപ്പൊ അത് കാണുള്ളൂ. നമുക്കതായാലും കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇവന്റെ പാൻസ് ഞെരിയാണിന്റെ കീഴ്പ്പെട്ട് ഇറങ്ങിനോ,
അല്ലെങ്കിൽ അവന്റെ ചില പ്രത്യേക ചിഹ്നങ്ങൾ ഉണ്ടാവുമല്ലോ, മതപരമായ ആരാധനയിലുള്ള അവരുടെ ചിഹ്നങ്ങളോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ഇവൻ ആള് ശരിയല്ല, ഇവനൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ഇങ്ങനെ നമ്മൾ കണ്ടോലെ ശ്രദ്ധിച്ചിട്ട് കാലം കഴിഞ്ഞു പോകും. പഠിച്ചോന്റെ എത്തുമ്പോൾ അയാളോട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചോന് വേറെ വഴിക്കും പോവും. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് വൈകി എന്ന് പറഞ്ഞത് ഒന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെ. കാരണം ദൃശ്യമാധ്യമമാണെങ്കിലും ഇന്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങളാണെങ്കിലും എവിടെയോ എത്തിക്കഴിഞ്ഞു. 3 വർഷം മുമ്പ് ഒരു പത്രത്തിൽ വായിച്ച ഇത് യൂട്യൂബിൽ മാത്രം കാണാനുള്ള യൂട്യൂബ് വിഷ്വൽസ് മാത്രം 5000 വർഷം തുടർച്ചയായിട്ട് ഭക്ഷണം ഉറക്കമില്ലാതെ തുടർച്ചയായിട്ട് കണ്ടാൽ തീരാത്ത അത്ര വിഭവങ്ങൾ യൂട്യൂബിൽ മാത്രം ഉണ്ടെന്നാണ്. അത് 3 വർഷത്തെ കഥയെ പറഞ്ഞത്. ഇപ്പൊ അത് 10000 വർഷത്തേക്കാക്കി മാറ്റാൻ ആയിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ ആരാണ്ടാക്കുന്നത്, ആരാണ് അപ്ലോഡ് ചെയ്യുന്നത്? നമ്മൾ എന്ത് കൊടുത്തു നമ്മുടെ ലോകത്തിന്, സമൂഹത്തിന്, സമുദായത്തിന് എന്ത് കൊടുത്തു? ആലോചിച്ച് നോക്കി. അപ്പൊ വലിയ ഗുരുതരമായ വിഷയമാണ്. നമുക്ക് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് ഒരു മതേതരത്വത്തിന്റെ ആൾക്കാരാണ് എന്ന് സമർത്ഥിക്കാൻ വലിയൊരു താല്പര്യമാണ് മുസ്ലിങ്ങൾക്ക്. നിങ്ങൾ വിചാരിച്ചാൽ മതമൗലികവാദികളോ അല്ലെങ്കിൽ അങ്ങനെ വെറും പക്ക മതത്തിന്റെ ആൾക്കാരൊന്നല്ല. ഞങ്ങളും ഇവിടുത്തെ മതേതരത്വത്തിന്റെ ആൾക്കാർ തന്നെ. അതുകൊണ്ട് നമ്മളെ മീഡിയകളൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണിച്ചു കൊടുക്കാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് നമുക്ക് മീഡിയകൾ ഉണ്ടായിട്ട് എന്താ കാര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഇവിടുത്തെ ഇന്ത്യയിലുള്ള ബഹുഭാഷയിൽ വന്ന, മലയാളത്തിൽ വന്നത് തന്നെ എടുത്തു നോക്കിയാൽ, പുരാണങ്ങളെ, രാമായണം, മഹാഭാരതം പോലുള്ള പുരാണങ്ങളെ അടിസ്ഥാനമാക്കി വന്ന മെഗാ സീരിയലുകൾ, പിന്നെ അതിന് പുറമെ ഹിന്ദിയിലും ബംഗാളിയിലും കന്നഡയിലും മറാഠിയിലും ഒക്കെ വന്ന സീരിയലുകളുടെ മലയാള വിവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു 25 പല രീതിയിലും മലയാള ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ പല രീതികളും ഇപ്പോഴും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത, അല്ലെ അവർ കാണിക്കാത്ത എന്തോ ഒരു ഭക്തിയും പേടിയൊക്കെയാണ് നമുക്ക് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ. അവിടെ മുസ്ലിങ്ങളെ ഒസിയൽ വന്നാൽ ഇത് വലിയ പ്രശ്നമായി പോകുന്നൊക്കെ പേടിച്ചിട്ട് നടക്കുക. ഇത്തരം അപകർഷതാ ബോധമൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് നമ്മുടേതായ മനോഹരമായ ഒരു മതത്തിൻ്റെതാണെങ്കിലും സംസ്കാരത്തിൻ്റെതാണെങ്കിലും മനോഹരമായൊരു മുഖമുണ്ട് എന്ന് ബഹുജന സമക്ഷം പ്രഖ്യാപിക്കാനും കാണിച്ചു കൊടുക്കാനും ധൈര്യം നമ്മൾ കാണിക്കുന്നുണ്ടോ, അന്നേ നമ്മുടെ മനോഹരമായ ഭാഗം പൊതുജനങ്ങൾ മുന്നിലെത്തുള്ളൂ. കാരണം നമ്മളൊക്കെ വളരെ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്, പാർട്ടിവൽക്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാം, മൊത്തം എല്ലാവരും. കലക്ക് മാത്രമേ പാർട്ടിക്ക് അതീതമായിട്ട് വീടുകളിലും സമൂഹത്തിലും ഇറങ്ങി ചെല്ലാൻ കഴിയും. സന്ദർഭത്തിൽ ഇതിന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഒരു വാക്കുകൂടി ഞാൻ പറയുകയാണ്. ഈ ഉപഹാരം നൽകി ആദരിക്കുമ്പോൾ അതിൽ വലിയ ഒരു അർത്ഥവും കൂടിയാണ് കലാകാരന്മാർക്ക് മറ്റു പല അത്തരം ഒരു കലയെ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു പ്രത്യേക ഊന്നി നിൽക്കുമ്പോൾ ഇത്തരം ഒരു മാനസികാവസ്ഥ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അതിനെ പിന്തുണക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും തയ്യാറുള്ള ആളുകളും മറ്റൊരു ഭാഗത്തുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മുഹൂർത്തം, ഈ ആദരവ്, ഈ ഉപഹാരം. ഇതിലാണ് എന്റെ സന്തോഷം. ഞാൻ അഭിമാനം കൊള്ളുകയാണ്. എനിക്ക് ഒരുപാട് ഉപഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഗൾഫിലും മറ്റും പോയപ്പോൾ ഒക്കെ ഒരുപാട് ഉപഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി പ്രാധാന്യത്തോടുകൂടി ഓർക്കുന്ന ഒരു ഉപഹാരമായിരിക്കും ഇത്.
അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ദൃശ്യമാധ്യമ രംഗത്ത് അതുപോലുള്ള രംഗത്തൊക്കെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളും മറ്റും കലാപരമായിട്ട് അവതരിപ്പിക്കുകയും നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ഈ മേഖല ISM ഉപയോഗപ്പെടുത്തണം. ISM അതിന് മുന്നിട്ട് വരണം. ഒരുപക്ഷെ മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ അതിന്റെ ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ആരെയോ പേടിച്ചുകൊണ്ട് അല്ലെ അപകർഷതാ ബോധം കൊണ്ട് പോലെ അല്ലാതെ ധീരമായിട്ട് ഒരു ഇസ്ലാമിന്റെ ഒരു ദൃശ്യ സംസ്കാരത്തിന് ഈ മുന്നിട്ട് വരികയാണെങ്കിൽ വ്യക്തിപരമായിട്ടും എന്റെ സംഘത്തിനെ ഉപയോഗിച്ചുകൊണ്ടും ദൃശ്യമാധ്യമ രംഗത്ത് എന്നോട് സഹകരിക്കുന്ന എന്റെ ടീമിനെ ഉപയോഗിച്ചുകൊണ്ടും എല്ലാവിധ പിന്തുണയും അതിനുവേണ്ട ആ ഒരു പ്രൊജക്ട് പൂർത്തീകരിക്കാൻ വേണ്ട മുഴുവൻ സപ്പോർട്ടും ഞാൻ ചെയ്യുമെന്ന് ദൈവത്തിനെ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഈ ഉപഹാരം നൽകി ആദരിച്ചതിന് ഇതിന്റെ സംഘാടകരോട് ഈ സംഘടനയോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ മുന്നിൽ കൂടിയ എന്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി ഇരു ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയനായ സലാം കൊടിയത്തൂരിന്റെ വാക്കുകൾ ISM-നും ISM-ന്റെ കീഴിലുള്ള അക്കാഡമി ഫോർ ഇസ്ലാമിക് സ്റ്റഡീസിനും നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മലയാളിക്ക് ഒരുപാട് സന്ദേശങ്ങൾ ചെറിയ ഫിലിമുകളിലൂടെ വരനെ വിൽക്കാനുണ്ട്, കുടുംബകലഹം 100-ാം ദിവസം, പരേതൻ തിരിച്ചു വരുന്നു തുടങ്ങിയ ഒരുപാട് ടെലിഫിലിമുകളുടെ സന്ദേശങ്ങൾ, അതിന്റെ സദ്ഫലങ്ങൾ ഒരുപാടാണ്. ഇത്രയും മനോഹരമായി നിങ്ങളോട് സംവദിച്ചതിന് വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇവിടെ ഈ വേദിയിലിരിക്കുന്ന കലാകാരന്മാരിൽ ഓരോരുത്തരും ഇനി സംസാരിക്കാൻ പോകുന്ന ബഹുമാന്യനായ അലി കണ്ണോത്ത് ഒരുപക്ഷെ നമുക്ക് വേറെ പരിചയമുണ്ടാവുകയില്ല. നമ്മുടെ കഴിഞ്ഞ പുടവയിലും ഇപ്പോഴുള്ള ഷബാബിലും അദ്ദേഹത്തിന്റെ കവിതകൾ, മാപ്പിളപ്പാട്ടുകളുണ്ട്. കന്നിമൂല എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങളെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് മാപ്പിളപ്പാട്ടുകളിലൂടെ, മാപ്പിളപ്പാട്ട് അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട്, നിയമങ്ങൾ